നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ അഭിഭാഷകൻ ആ കുടുംബത്തെ ചതിച്ചുവെന്ന വാർത്ത ഇന്നലെ കേരളത്തിന് മുന്നിൽ പങ്കുവച്ചത് മലയാളി വാർത്തയാണ്. ആദ്യം കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ ഹൈക്കോടതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട മഞ്ജുഷയുടെ അഭിഭാഷകനെ മഞ്ജുഷ ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നു. ഹൈക്കോടതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെടാൻ സീനിയർ അഭിഭാഷകനായ S. ശ്രീകുമാറിനോട് തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നില്ല എന്ന് മഞ്ജുഷ വ്യക്തമാക്കുന്നു. കുടുംബത്തിന്റെ താൽപര്യത്തിന് വിരുദ്ധമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണമെന്ന ആവശ്യം. ഇത്തരമൊരാവശ്യം ഹൈക്കോടതിയിൽ ഉന്നയിച്ച അഭിഭാഷകനെ മാറ്റുന്നതായി കുടുംബം പറയുന്നു. തങ്ങൾ ആവശ്യപ്പെട്ടത് CBI അന്വേഷണം മാത്രമാണ്. നവീൻ ബാബുവിന്റെ കൊലപാതകികളെ കണ്ടെത്താൻ CBI അന്വേഷണം കൂടിയേ തീരൂ. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു. നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്നും ഈ കേസ് സുതാര്യമായി അന്വേഷിക്കണമെങ്കിൽ കേസന്വേഷണം CBIയെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ടുമാണ് മഞ്ജുഷ സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത്. എന്നാൽ സിംഗിൾ ബെഞ്ച് മഞ്ജുഷയുടെ ആവശ്യം നിരാകരിച്ചു. ഇതിനെ തുടർന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ നവീൻ ബാബുവിന്റെ കുടുംബം സമീപിക്കുന്നത്. അപ്പീൽ പരിഗണിക്കുമ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബം ഏർപ്പെടുത്തിയ അഭിഭാഷകൻ അപ്രതീക്ഷിതമായി കരണം മറിയുന്നു. കൃത്യമായ അട്ടിമറി ഈ സംഭവത്തിന് പിന്നിലുണ്ട് എന്ന് കുടുംബം തുടർന്ന് സംശയിച്ചു. കേരളത്തെ നടുക്കിക്കൊണ്ടാണ് CBI അന്വേഷണം ഇല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന ആവശ്യം സീനിയർ അഭിഭാഷകനായ S. ശ്രീകുമാർ ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. ഇതിനെ തുടർന്ന് ഇത്തരമൊരാവശ്യം എന്തുകൊണ്ട് ഉന്നയിച്ചു എന്ന് ശ്രീകുമാറിനോട് നവീൻ ബാബുവിന്റെ കുടുംബം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി വിചിത്രമായിരുന്നു. കോടതി പൂർണ്ണമായും ഹോസ്റ്റൈലായിരുന്നു. അതുകൊണ്ട് തന്നെ കോടതിയെ കൂടുതൽ കലിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടത് എന്ന നിലപാടായിരുന്നു S. ശ്രീകുമാറിന്. ക്രൈംബ്രാഞ്ച് അന്വേഷണമായാലും മതി എന്ന S. ശ്രീകുമാറിന്റെ നിർദ്ദേശത്തോട് സർക്കാർ അഭിഭാഷകൻ യോജിക്കുന്നത് നമ്മൾ കണ്ടു. ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന ആവശ്യത്തെ സർക്കാർ അഭിഭാഷകൻ പോലും എതിർത്തില്ല. പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണത്തിൽ തങ്ങൾക്ക് വിശ്വാസമില്ല എന്ന നിലപാടായിരുന്നു മഞ്ജുഷയും നവീൻ ബാബുവിന്റെ കുടുംബവുമൊക്കെ സ്വീകരിച്ചത്. വസ്തുതകൾ ശരിയായി വിശകലനം ചെയ്യാതെയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് CBI അന്വേഷണം വേണമെന്ന തങ്ങളുടെ ആവശ്യം നിരാകരിച്ചത് എന്ന അപ്പീൽ ഹർജിയിൽ മഞ്ജുഷ പറഞ്ഞിരുന്നു. ജസ്റ്റിസ് PB സുരേഷ് കുമാർ, ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് അപ്പീലിൽ വാദം കേട്ടത്. ഫെബ്രുവരി 6-ാം തീയതിയാണ് ഡിവിഷൻ ബെഞ്ച് ഈ കേസ് പരിഗണിച്ചത്. എന്നാൽ ഹൈക്കോടതിയിൽ നവീൻ ബാബുവിന്റെ കുടുംബം ഏർപ്പെടുത്തിയ അഭിഭാഷകൻ ഇത്തരമൊരു വിചിത്ര സമീപനം സ്വീകരിച്ചത് കേരളത്തിന് നടുക്കമായി. തുടർന്ന് എന്തുകൊണ്ട് ഇത്തരമൊരു സമീപനമെടുത്തു എന്ന് പലരും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയോടും ആ കുടുംബത്തോടും ചോദിച്ചു. അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയായിരുന്നു നവീൻ ബാബുവിന്റെ ഭാര്യ. എന്താണ് സംഭവിച്ചത് എന്ന് അവർക്ക് പോലും മനസ്സിലായില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അഭിഭാഷകൻ തങ്ങളെ ചതിച്ചു എന്നവർ വേദനയോടെ തിരിച്ചറിയുന്നത്. അഭിഭാഷകൻ മാത്രമല്ല, ഒപ്പമുള്ള പലരും തങ്ങളെ ചതിക്കുന്നുവെന്ന് ഇപ്പോൾ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ തിരിച്ചറിയുന്നു. ഉറ്റ ബന്ധുക്കളെ പോലും CPM പാർട്ടി വിലക്കെടുത്തിരിക്കുന്നു. പത്തനംതിട്ട ജില്ലാ ഘടകം പൂർണ്ണമായി ആദ്യഘട്ടത്തിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് നിന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ CPM ഉന്നത നേതാക്കളുടെ സമ്മർദ്ദങ്ങളെ തുടർന്ന് അവർ അടപടലം മാറിയിരിക്കുന്നു. ഹൈക്കോടതിയിൽ നടന്ന ഈ അട്ടിമറി നവീൻ ബാബുവിന്റെ കുടുംബത്തെ മാത്രമല്ല കേരളത്തെ പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ്. അഭിഭാഷകനെ മാറ്റിയെന്ന് ആ കുടുംബം പറയുമ്പോൾ ചതിയുടെ ആഴം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അഭിഭാഷകനെ മാറ്റിയ നിലയ്ക്ക് കുടുംബത്തിന്റെ അടുത്ത നിയമ നടപടികൾ എന്തായിരിക്കുമെന്ന് കേരളം ഉറ്റുനോക്കുന്നു. കേസിൽ വിശദമായ വാദം കേട്ടതിനു ശേഷം വിധി പറയാനായി കേസ് മാറ്റിവെച്ചിരിക്കുകയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. 2024 ഒക്ടോബർ 15-നാണ് നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തുടക്കത്തിൽ തന്നെ ജനവികാരം ശക്തമായിരുന്നു. ജനവികാരത്തിന് മുന്നിൽ പതറിയ സർക്കാർ ഒടുവിൽ PP ദിവ്യയെ അറസ്റ്റ് ചെയ്തു. എന്നാൽ പിന്നീട് അവർക്ക് ജാമ്യം ലഭിക്കാനുള്ള കളികളൊക്കെ കളിച്ചു. ഹൈക്കോടതിയിൽ നവീൻ ബാബുവിന്റെ കുടുംബം ഏർപ്പെടുത്തിയ അഭിഭാഷകനെ പോലും CPM പാർട്ടി മറിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോൾ നടുങ്ങി നിൽക്കാനേ കേരളത്തിന് കഴിയൂ. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? നരഹത്യാ സാധ്യത മുൻനിർത്തി ശക്തമായ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നില്ല എന്ന് തുടക്കം മുതൽ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞിരുന്നു. കേരളത്തിന്റെ പൊതുസമൂഹം പലവട്ടം ഈയൊരു സംശയം ഉന്നയിച്ചിരുന്നു. തെളിവുകൾ നശിപ്പിക്കപ്പെടരുത് എന്നും CCTV ദൃശ്യങ്ങൾ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുന്ന കാഴ്ചയും നമുക്ക് മുന്നിലുണ്ട്. തുടർന്നാണ് അവർ നീതി തേടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത്.
എന്നാൽ സർക്കാർ അഭിഭാഷകൻ അന്വേഷണ സംഘം ശക്തമായ നിലയിൽ കേസന്വേഷണവുമായി മുന്നോട്ടു പോകുന്നു എന്ന നിലപാട് ഹൈക്കോടതിയിൽ സ്വീകരിക്കുന്നു. കേസ് ഡയറി ഹാജരാക്കി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് മുൻപാകെ സർക്കാർ അഭിഭാഷകൻ ശക്തമായ വാദഗതികൾ ഉയർത്തി. ഇവിടെ ചില സംശയങ്ങൾ ഇപ്പോൾ ശക്തമാവുകയാണ്. ഹൈക്കോടതിയിൽ നടന്ന അട്ടിമറിക്ക് പിന്നിൽ പ്രവർത്തിച്ചവരാരൊക്കെയാണ്? എന്തുകൊണ്ടാണ് ഇത്രയധികം ഈ കേസിൽ സർക്കാർ ഭയപ്പെടുന്നത്? നിയമസഭയെപ്പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന ഇക്കഴിഞ്ഞയാഴ്ച നമ്മൾ കണ്ടതാണ്. നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് നടത്തരുത് എന്ന കുടുംബം ആവശ്യപ്പെട്ടില്ല എന്ന പച്ചക്കള്ളമാണ് നിയമസഭയ്ക്ക് മുന്നിൽ മുഖ്യമന്ത്രി നടത്തിയത്. ഇൻക്വസ്റ്റ് നടപടികൾ തിടുക്കപ്പെട്ടല്ല നടത്തിയത് എന്ന് മുഖ്യമന്ത്രി സഭയെ ധരിപ്പിച്ചിരുന്നു. എന്നാൽ ഇതൊക്കെ പച്ചക്കള്ളമാണ് എന്ന് കുടുംബം തുറന്നു പറഞ്ഞു. സിംഗിൾ ബെഞ്ചിൽ നിന്ന് തങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നത്. അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം നീതിപൂർവമല്ല എന്ന കുടുംബം തുറന്നു പറഞ്ഞു. യാത്രയയപ്പ് യോഗത്തിന് ശേഷം നവീൻ ബാബുവിനെ ആരെല്ലാം സന്ദർശിച്ചു എന്ന് പോലും പോലീസ് അന്വേഷണ സംഘം പരിശോധിച്ചില്ല. നവീൻ ബാബു ഉണ്ടായിരുന്ന കളക്ട്രേറ്റ് പരിസരത്തെയും സ്റ്റാഫ് ക്വാർട്ടേഴ്സിലെയും റെയിൽവേ സ്റ്റേഷനിലെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാലേ ഇക്കാര്യങ്ങൾ വ്യക്തമാകൂ എന്ന് കുടുംബം അപ്പീൽ ഹർജിയിൽ പറഞ്ഞിരുന്നു. വിശദമായ അന്വേഷണവും പരിശോധനയുമൊക്കെ നടത്തണമെങ്കിൽ സർക്കാർ സ്വാധീനത്തിൽ നിന്നകന്ന പാർട്ടി സമ്മർദ്ദങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന CBI പോലൊരു ഏജൻസിയെ ഏർപ്പെടുത്തണമെന്ന ആവശ്യമാണ് ആ കുടുംബം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെ നിരത്തിയത്. നവീൻ കോഴ വാങ്ങിയെന്നാരോപിച്ച് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയ പ്രശാന്തന്റെ പരാതി വ്യാജമാണ് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും പറഞ്ഞു. എന്നിട്ടും എന്തുകൊണ്ടാണ് പ്രശാന്തിനെതിരെ കേസെടുക്കാത്തത്, പ്രശാന്തിനെതിരെ അന്വേഷണം നടത്താത്തത്? ഇതൊക്കെ ഉന്നതതല ഗൂഢാലോചനകൾ വ്യക്തമാക്കുന്നതാണ്. പൂർണ്ണമായും അട്ടിമറിക്കപ്പെടുകയാണ് ഇപ്പോൾ നവീൻ ബാബുവിന്റെ ഈ കേസ്. ഏറ്റവും ഒടുവിൽ കേരളം നടുക്കത്തോടെ മനസ്സിലാക്കുന്നതും അതുതന്നെയാണ്. നവീൻ ബാബുവിന്റെ കുടുംബം ഏർപ്പെടുത്തിയ അഭിഭാഷകൻ പോലും ഹൈക്കോടതിയിൽ അവരെ ചതിച്ചിരിക്കുന്നു. ആരൊക്കെയാണ് ഇതിന്റെ പിന്നാമ്പുറങ്ങളിൽ കളിക്കുന്നത്? എത്രയധികം കോടികളാണ് ഇതിന്റെ പിന്നാമ്പുറങ്ങളിൽ അട്ടിമറിക്ക് വേണ്ടി ഒഴുക്കുന്നത്? നടുക്കത്തോടെ മാത്രമേ ഈ വാർത്തകൾ കേൾക്കാൻ നമുക്ക് കഴിയൂ. എന്തായാലും അഡ്വക്കേറ്റ് S. ശ്രീകുമാറിനോട് തങ്ങളേൽപ്പിച്ച കേസിൽ നിന്ന് പിന്മാറാൻ നവീൻ ബാബുവിന്റെ കുടുംബം, പ്രത്യേകിച്ച് ഭാര്യ മഞ്ജുഷ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. പോരാട്ടത്തിന്റെ അടുത്ത ഗതി എന്ത്? കേരളം കാത്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.